2010 റമദാനിലെ അബ്ദുൽ നാസർ മാദിരിയെ അറസ്റ്റ് ചെയ്യാൻ മുന്നിൽ നിന്ന് അതേ ഹർഷിത ആട്ടലൂരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയാണ് നമ്മൾ വളരെ വ്യക്തമായി പറയുന്നു. ഞങ്ങളെ തടുക്കുവാൻ കേരളത്തിലെ പോലീസിന് കഴിയുകയില്ല എന്നാണ് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയുന്നത്. ഈ ബാരിക്കേഡ് മാറ്റാൻ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണമെന്നാണ് വീണ്ടും എനിക്ക് പറയുവാനുള്ളത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് തടസ്സമില്ലെങ്കിൽ എന്താണ് ഹർഷിത ആട്ടലൂരി എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥർക്ക് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ തുറങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ ഞങ്ങൾ നേതൃത്വമൊരുക്കമാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരം നിങ്ങൾ നിഷേധിക്കരുത്. ഈ യുവജനത്തെ, ഈ യുവത്വത്തെ തടുത്തു നിർത്തുവാൻ നിങ്ങളുടെ ഫോഴ്സ് കൊണ്ട് കഴിയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഞാൻ പറയുന്നു, അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പ്രവർത്തകരോട് ഇനി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്ന പ്രവർത്തകരാണ് ഞങ്ങളുടേതെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഈ ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, ബാരിക്കേഡ് മാറ്റാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണമെന്നും അതിന് നമ്മൾ കാത്തു നിൽക്കാൻ തയ്യാറാണ് ഞങ്ങൾ. വളണ്ടിയർ മുന്നിൽ വന്നുകൊണ്ട് ബാരിക്കേഡ് പിറകിൽ നിൽക്കുന്ന പോലീസിനും സംരക്ഷണം കൊടുക്കണം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പൊതുജനങ്ങൾക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം. പരേഡ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയാലല്ലാതെ മാറുകയില്ല എന്ന ഒന്നെങ്കിൽ 10,000-കണക്കായ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് വെടിവെച്ചു കൊല്ലാം. പറയുന്നു, ഇനി പോലീസുകാർക്ക് തീരുമാനിക്കാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നാൽ എല്ലാ സഹോദരങ്ങളും പൊതുജനങ്ങളും നമ്മുടെ പൊതുയോഗ ഗ്രൗണ്ടിലേക്ക് പോകാൻ തയ്യാറാകണമെന്നും ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ആവശ്യം അംഗീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാഞ്ചി, നിങ്ങളുടെ തോക്കില് നിങ്ങൾ കുണ്ട നിറക്കാവുന്നതാണ്. മുകളിലേക്ക് ആകാശത്തേക്ക് നിങ്ങൾ വെടിവെക്കേണ്ടതില്ല. ചുവപ്പ് കാടും നിങ്ങൾ കാണിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വെടിവെക്കാവുന്നതാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. പ്രവർത്തകർ പിന്നോട്ട് പോകണം. ഇനിയുള്ള പണി പോലീസിന്റെയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ വളണ്ടിയർ പരേഡിൽ അണിഞ്ഞിരുന്ന മുഴുവൻ കേഡറ്റുകളും നമ്മൾ അതിന് നേതൃത്വം നൽകിയ ലീഡേഴ്സിനെയും അറസ്റ്റ് ചെയ്ത് നീക്കുവാനും മറ്റ് നമ്മുടെ പരിപാടികൾ നടത്തുവാനും പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു, ഉടനെ തന്നെ ഈ പോലീസിന്റെ പിറകിലുള്ള മുഴുവൻ ആളുകളും ഉടനെ തന്നെ സമാപന ഗ്രൗണ്ടിലേക്കും അത് കഴിഞ്ഞ് ഇതിന് ബാക്കിലുള്ള സഹോദരന്മാർ വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം, സമാധാനപരമായി പിരിഞ്ഞു പോകണം. സമ്മേളന നഗരിയിലേക്ക് നിങ്ങൾ പിരിഞ്ഞു പോകണം. നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ ഒരു പ്രവർത്തകരും കൂടെ അവശേഷിക്കുകയില്ല. മുഴുവൻ പ്രവർത്തകരും സമ്മേളന നഗരിയിൽ എത്തിയിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ നേതൃത്വവും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ ഒരുക്കി തിരിച്ച നമ്മുടെ കേരളത്തിലും അറസ്റ്റ് വഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ
നീക്കുക തന്നെ ചെയ്യും. ബാക്കി മുഴുവൻ പ്രവർത്തകരും സമ്മേളന നഗരിയിലേക്ക് നീങ്ങേണ്ടതാണ്. अजब आसमां है, अनोखी ज़मीं है. നമ്മൾ